സ്വാഗതം. ഇന്ന് 23ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഫത്തഹിൻ്റെ പാൽപ്പല്ല് പറഞ്ഞതിൻ്റെ സങ്കടത്തിലാണ്. കണ്ടു, വീഡിയോയ്ക്ക് ഇൻട്രോ പറയാൻ വിളിച്ചിട്ടൊന്നും ഫത്തഹ് വരത്തില്ലായിരുന്നു. എനിക്ക് പല്ലില്ല, അപ്പൂപ്പാന്ന് വിളിക്കുമെന്നൊക്കെയാണ് ഫത്തഹ് പറയുന്നത്. ഇടയത്താഴം മുതൽ ഞങ്ങളുടെ അത്താഴം വരെയും ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടുത്തിയാണ് പോയേക്കുന്നത്. വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് ആവാതെയും കൂടി നോക്കി, കാരണം ഇപ്പം ആർക്കും തന്നെ സമയമൊന്നും ഇല്ലല്ലോ ഇരുന്ന് കാണാനായിട്ട്. അതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ കാണിച്ചു പോകുന്നുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കല്ല. നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. രാവിലെ ഇടയത്താഴത്തിനായി എഴുന്നേറ്റ് വന്ന് പല്ല് തേക്കാനായിട്ട് നിൽക്കുന്നതാണ്. ഏകദേശം 4 മണിയോളമായി ഇടയത്താഴത്തിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ. വീഡിയോ ചെയ്യേണ്ടതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണമെന്ന് കരുതി ഒരു 3:30 അലാറം വെച്ചിരുന്നതാണ്. അലാറം ഇരുന്ന് അടിച്ചടിച്ച് പൊട്ടിയതല്ലാതെ എഴുന്നേൽക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി. പകലത്തെ ചൂടും ഇതെല്ലാം കഴിഞ്ഞ് രാത്രി നോമ്പിൻ്റെ ക്ഷീണവും എല്ലാം കൂടി ആകുമ്പോൾ സെറ്റാണ്. ഫാൻ നിർത്താതെയാണ് ഇപ്പോഴും ഞാൻ എഴുന്നേറ്റ് പോരുന്നത്. കാരണം പഴുത്ത് കിടക്കുകയാണ്. ചൂട് കാരണം യാതൊരു നിവൃത്തിയില്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് ചൂടാണ് ഈ പ്രാവശ്യം അനുഭവപ്പെടുന്നത്. എഴുന്നേറ്റുന്ന് ഫ്രഷായി. ഇനി മക്കളെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, എഴുന്നേൽക്കണം. കാക്കു എൻ്റെ ഒപ്പം തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ആദ്യം അടുക്കളയിലോട്ട് കയറി കാപ്പിക്കുള്ളത് വെച്ചിട്ട് ഓരോരുത്തരെയായിട്ട് ഉണർത്തുള്ളൂ. കുക്കൂനെ ഉണർത്താൻ ഇച്ചിരി പാടാ, എന്നാലും 2-3 പ്രാവശ്യം മണിക്കൂർ എഴുന്നേറ്റ് വരും. രാത്രിയിൽ പണിയെല്ലാം ഒതുക്കിയിട്ട് കിടന്നേക്കുന്നതാണ്. പാത്രം എല്ലാം കഴുകി മേളിലോട്ട് വെക്കും. അത് തോർന്നു കഴിഞ്ഞ് രാവിലെയാണ് അവിടെ അടുക്കി വിടുന്നത്. മുട്ടയും ഏത്തപ്പഴവും പുഴുങ്ങണം. അതിന് വേണ്ടി മുട്ട ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ഇഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് അടിയിൽ വെച്ച് മുട്ട പുഴുങ്ങും. മണ്ടയിൽ ഏത്തപ്പഴവും വെക്കും. ഈ മുകളിലോട്ട് ഈ തട്ടിങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ പഴം വെച്ച് കൊടുക്കും. 2 സൈഡിനെ ഞെട്ടൊന്ന് മുറിച്ച് കളഞ്ഞിട്ട് ഇങ്ങനെ പഴം കൂടെ വെച്ച് കൊടുക്കും. ഇനി ഇതൊന്ന് പുഴുങ്ങിയെടുക്കണം. പഴം പുഴുങ്ങി വരട്ടെ. എന്നപ്പോഴത്തേന് ചായക്കുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ന് നോമ്പ് പിടിക്കാനായി ഇടയത്താഴത്തിന് ഫത്തഹിനെയും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഫത്തഹ് കിടക്കുന്നത്. എഴുന്നേക്കോ എന്നറിയത്തില്ല. നമുക്കൊന്ന് വിളിച്ച് നോക്കാം. പറഞ്ഞതല്ലേ മോനെ. ഫത്തഹേ, ഫത്താച്ചി നോമ്പ് പിടിക്കുന്നുണ്ടോ? എഴുന്നേറ്റ് വരുമോ? പൊക്കോട്ടെ അമ്മേ, എഴുന്നേറ്റ് വരുമോ? ഓക്കെ. ഉറക്കത്തിലാ? എഴുന്നേറ്റ് വായേ. ഫാൻ കുത്താതെ അമ്മ ഇറങ്ങി പോകുന്നത്. ഫാൻ കുത്തണോ? ഫാൻ നിർത്തി അമ്മേ, കുത്തണോ? ഉറങ്ങുവാണോ? ബാ, എഴുന്നേറ്റ് പറഞ്ഞേ. എഴുന്നേക്കുമെന്ന് അറിയത്തില്ല. നല്ല ഉറക്കമാണ്. നമുക്കൊന്നുകൂടെ ആഹാരം എല്ലാം റെഡിയായ ശേഷം ഒന്നുകൂടെ വിളിച്ച് നോക്കാം. കടും കാപ്പി അല്ലെങ്കിൽ ചായ എനിക്കും കാക്കൂരും മാത്രം മതി. കുക്ക് വെള്ളമേ കുടിക്കുകയുള്ളൂ. കടും കാപ്പി ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കുക. വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. കാപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ പോയി മക്കളെ വിളിക്കണം. എഴുന്നേറ്റ് വന്നില്ല. കുക്കുനെ വിളിച്ചിട്ട് കുക്കുവിനെ വിളിക്കുന്നതിന് വിളിച്ച് ഇന്ന് ഞാൻ വരുവാണ്. കുക്കു എഴുന്നേക്കാൻ വലിയ താമസമാണ്. വിളിച്ച് നോക്കാം. ഒരു 3 പ്രാവശ്യം വന്ന് വിളിച്ചാൽ കുക്കു എഴുന്നേറ്റ് പോകും. ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്നില്ലേ?
എന്നിട്ട് പറഞ്ഞേ എഴുന്നേറ്റ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണർന്നിട്ടുണ്ട്. എഴുന്നേക്കുമോന്ന് അറിയത്തില്ല, നോക്കാം. എന്നാണ് വാ, എഴുന്നേറ്റ് വാ. വന്ന് വിളിച്ചിട്ട് പോയതാ, എഴുന്നേറ്റിട്ടില്ല. ഒന്നുകൂടെ വിളിച്ചിട്ട് അങ്ങനെ മക്കളെ മാറി മാറി വിളിച്ചൊടുവിൽ എഴുന്നേറ്റ് വന്നു. പല്ലൊക്കെ തേച്ച് അവരൊന്ന് ഫ്രഷായിട്ട് കഴിക്കാനിട്ടിരിക്കുകയാണ്. ഏത്തപ്പഴവും മുട്ടയാണിന്ന് ഇടയത്താഴത്തിന് വേണ്ടിയിട്ട്. കാക്കു ഇടയ്ക്ക് വന്ന് കടുങ്കാപ്പി ഒന്ന് കുടിച്ചിരുന്നു. മക്കളെ വിളിച്ചിട്ട് ഇന്ന് എഴുന്നേൽക്കുന്ന ലക്ഷണമൊന്നും കണ്ടില്ല. ഞാൻ വിചാരിച്ചത് കുക്കു ഇന്ന് എഴുന്നേൽക്കുകയല്ലെന്ന്. ഇന്നെന്നല്ല, എന്നും കുക്കുവിനെ ഇങ്ങനെ തന്നെയാണ്, വിളിച്ചുകൊണ്ടേ ഇരിക്കണം. 3ഉം 4ഉം തവണയൊക്കെ ചെന്ന് വിളിച്ചാലേ എഴുന്നേറ്റ് വരുള്ളൂ. നല്ല ഉറക്കക്ഷീണം. ഫത്താഹാണ് എല്ലാ ദിവസവും നോമ്പ് പിടിക്കാൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കുന്നതാണ്. ഇത്രയും നാളും സ്കൂളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വിളിച്ചില്ല. എന്നാൽ സ്കൂൾ അടച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞൊന്ന് ക്ഷീണമൊന്ന് മാറിയിട്ട് വിളിക്കാമെന്ന് ഓർത്താണ് ഇന്ന് വിളിച്ചേക്കുന്നത്. നോമ്പ് പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഒരു ദിവസം ഞങ്ങൾ ഇതുപോലെ വിളിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച്, എനിക്ക് തോന്നുന്നു ഒരു 9 മണി 10 മണി വരെ എങ്ങാണ്ട് നോമ്പാന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് 10 മണി ആയപ്പോഴത്തേന് അവൻ തന്നെ പോയി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുമായിരുന്നു. ആദ്യമായിട്ട് നോമ്പ് പിടിക്കാൻ എഴുന്നേറ്റായിരുന്നു. നോക്കാതെ നമുക്ക് എത്ര നേരം നോമ്പ് പിടിച്ചൊക്കെ ഞാൻ നോക്കുന്നതാണ്. വൈകിട്ട് അമ്മയൊക്കെ നോമ്പ് കുറിക്കുന്നതുകൂടെ നോമ്പ് കുറിക്കാവുള്ളൂ. ഓക്കെ, അതിന് മുമ്പ് കൊച്ചിന് വിശക്കുകയോ ദാഹിക്കുകയോ ഒക്കെ ചെയ്യണം, അമ്മയോട് പറയണം കേട്ടോ. കൈ കൈയിട്ട് പോയി കിടന്ന് നിസ്കരിക്കാൻ എഴുന്നേക്കുമോ? അതായത് നോമ്പ് പിടിക്കുക അതൊക്കെ പറഞ്ഞ് നോമ്പെടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. അവന് 7 വയസ്സായതേ ഉള്ളൂ. ഈ വേനലാണ്, ഈ കടുത്ത വേനലിൽ ഇപ്പം ചെയ്യുന്നത് പാവമായിരിക്കും. കാരണം അവൻ എത്രത്തോളം നേരം ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അല്ലാതെ ദുആ പറഞ്ഞു കൊടുത്തൊരു നോമ്പായിട്ട് എടുപ്പിക്കുന്നില്ല ഞാൻ. നോക്കട്ടെ, അടുത്ത വർഷത്തേക്ക് ഇൻഷാ അല്ലാഹ് അപ്പോഴത്തേക്കും നോമ്പ് പിടിപ്പിച്ച് തുടങ്ങണം. അപ്പം ഇതെല്ലാം അവൻ ഇടയത്താഴം കഴിച്ച് റെഡിയായി. 6:30 കാക്കൂന്ന് മണിക്ക് പോകും. അതുകൊണ്ട് കുറച്ച് നേരം കാക്കു കിടന്നിട്ട് വരണം. കിടന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് വരണം. ഇനി കുറച്ച് കഴിഞ്ഞ് എന്നാൽ നമുക്ക് പതിയെ പതിയെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ മുന്നോട്ട് കാണിക്കാം. അടുക്കളയിൽ നിരന്നിരിക്കുന്ന പാത്രമൊക്കെ രാവിലെ ഞാൻ കഴുകുള്ളൂ. കുറച്ചും കൂടെ ഓതാനുണ്ട്. നമസ്കരിക്കണം, ഓതണം. അതെല്ലാം കഴിഞ്ഞ് കാക്കൂനെ പണിക്ക് വിടണം. എല്ലാം കഴിഞ്ഞ് വന്നേ അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി വെക്കുകയുള്ളൂ. ഡോർ അടയ്ക്കാൻ വന്ന് നിൽക്കുക. അടച്ചോ, അമ്മ അടച്ചോളാം, പോക്കോ. മക്കൾ 2 പേരും എഴുന്നേറ്റില്ല. അവരെഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ എല്ലാം അടുക്കി പറക്കി തൂത്തുവാരി വൃത്തിയാക്കി തുടച്ചിടണം, എന്നാലേ നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ 2 ആളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി തട്ടി മുട്ടി നിന്ന് തൂത്തുവാരി ഒന്നും തന്നെ എനിക്ക് ശരിക്കും നടക്കത്തില്ല. അതുകൊണ്ട് അവരെഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് വരയ്ക്കാവും എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്.
പെര തുടയ്ക്കുന്നതിന് മുമ്പായിട്ട് ലൈസോൾ ഒഴിച്ച് സ്പ്രേ ചെയ്ത് ഡൈനിങ് ടേബിളൊന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം അതൊന്ന് തുടച്ചെടുക്കണം. വളരെ സ്പീഡിൽ തന്നെ ജോലികൾ തീർത്തുകൊണ്ടിരിക്കുമ്പോൾ ഫത്തഹ് എഴുന്നേറ്റ് വന്നു. ഇന്നിനി പല്ല് തേക്കണ്ടല്ലോ, രാവിലെ തേച്ചല്ലേ, നോമ്പല്ലേ, ഒന്നും കഴിക്കണ്ടല്ലോ എന്ന് ചോദിച്ചാണ് അവൻ എഴുന്നേറ്റ് വന്നത് തന്നെ. ഡോറിൻ്റെ ഈ കർട്ടൻ ഞാൻ പൊക്കി വെക്കും. കാരണം ഫത്തഹ് കഴിച്ച് കഴിഞ്ഞ് കൈ തൂക്കുന്നതും മുഖം തൂക്കുന്നതും ഒക്കെ അല്ലെങ്കിൽ കർട്ടനിലായിരിക്കും, അത് കരിമ്പനടിച്ച് പോകും. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാനത് പൊക്കി മുകളിൽ തന്നെ വെക്കും. ഇനി റൂമൊക്കെ അടുക്കി പെറുക്കി ബെഡ്ഷീറ്റ് ഒന്ന് വിരിച്ച് കൊടുക്കുകയാണ്. ബെഡിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന തലയണ സത്യം പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല. ഇനി ഒരു 2 തലയണ ഉണ്ടാക്കി വെക്കണം. ഇന്ന് ഞാൻ മിഷൻ ശരിയാക്കി എടുക്കുന്നുണ്ട്. അപ്പം തലയണ ഫില്ല് ചെയ്ത് എടുക്കണം പതിയെ. അടുക്കും പെറുക്കും എല്ലാം കഴിഞ്ഞ് ഇനി അങ്ങ് തുടച്ചിട്ടാൽ മതി. തുടപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല. കുറച്ച് നേരം ഫ്രീ ആണ്. എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കണം. എഴുന്നേറ്റ് വന്ന് കുറേ നേരമൊക്കെ ഇരുന്നു. ഒരു 10-11:30 അപ്പോഴത്തേന് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ വെള്ളം കലക്കി കൊടുത്തു. കുഞ്ഞല്ലേ, അവന് നോമ്പെടുക്കാനായിട്ട് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഇൻഷാ അല്ലാഹ് എടുപ്പിക്കാം നമുക്ക്. ചെറുതായിട്ട് 1-2 ഒക്കെ വീതം. ഇത്രയും കടുത്ത വേനലും അല്ലേ. അപ്പം അവൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഒരു 10 മണി വരെ എങ്ങാണ്ട് ഇരുന്ന് പിടിച്ചിരുന്നു. അപ്പം ഇന്ന് അതിലും ബെറ്ററാണ്, 11:30 വരെ പിടിച്ചു. എന്താണേലും ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പിടിക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഇനി പിടിക്കുന്നുണ്ടോ നോമ്പ്? നാളെ വിളിക്കണോ? നാളെ വിളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്താണേലും ഇത്രയും നേരം ഇരുന്നവൻ. ഇന്നത്തെ സ്നാക്സായിട്ട് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ കുഴച്ച് വെച്ച് പുളിക്കണം, എന്നാൽ മാത്രമേ ബോണ്ട ശരിയാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 250 ml ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. മൈദയും ഗോതമ്പും ഒരേ അളവിൽ തന്നെ എടുക്കണം. അതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും മണവും കിട്ടുന്നതിനാണ് ഏലക്കായും ജീരകവും കൂടെ പൊടിച്ച് ഇട്ട് കൊടുത്തേക്കുന്നത്. ആവശ്യമായിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടി പഴവും പഞ്ചസാരയും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇവിടെ ഞാൻ 2 പഴം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള 2 പഴം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മൈദ എടുത്ത അളവിൽ തന്നെ 250 ml പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത് ഇങ്ങനെ അരഞ്ഞ് കിട്ടും. ഇനി ഇത് എടുത്തു വെച്ചിരിക്കുന്ന മാവുകൾ തമ്മിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത ശേഷം ഇത് ഇങ്ങനെ കുഴച്ചെടുക്കണം. ആ മിക്സ് ഇത്രയും നനയാനുള്ളതേ വന്നുള്ളൂ. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളം കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഒരുമിച്ച് കുത്തി ഒഴിക്കരുത്, കൂടിപ്പോവും. ഒരുപാട് വെള്ളം വേണ്ട. ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി. പോരം തോന്നി അപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊന്ന് ഒഴിച്ചു കൊടുക്കുക. മൈദായും ഗോതമ്പ് മാവും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നതിനാണ് നല്ല ടേസ്റ്റ്. ഈ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം. ഒരു 2 മണിക്കൂറെങ്കിലും മുമ്പ് കുഴച്ച് വെക്കണം. ഞാൻ 2 മണിക്കൂറല്ല, അതിൽ കൂടുതൽ നേരം എടുക്കുന്നുണ്ട്, കുഴച്ച് വെക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി നേരത്തെ കുഴച്ചു. 2 മണി ആയതേ ഉള്ളൂ. ഞാനിതൊരു 5:30 ആവാതെ ഉണ്ടാക്കത്തില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും പുളിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതാണ് പരുവ. ഇനി ഇതൊന്ന് പുളിച്ച് കഴിഞ്ഞ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്താണെങ്കിലും പുളിക്കട്ടെ, അതവിടെ ഇരിക്കട്ടെ. പറയാൻ വിട്ടുപോയതാണ്, അല്പം ചെറിയ ജീരകവും കൂടെ ഏറ്റവും അവസാനം കുഴച്ച് കഴിയുമ്പോൾ ഒന്ന് ഇട്ട് കുഴയ്ക്കണം. ഏറ്റവും ലാസ്റ്റായിട്ട് ആ ചെറിയ ജീരകവും കൂടി ഇട്ടൊന്ന് ഞാൻ കുഴച്ച് വെക്കും. പിന്നെ പുളിക്കാൻ ചിലർ സോഡാപ്പൊടി ഇടുന്നവരുണ്ട്. ബേക്കിംഗ് സോഡ ഒക്കെ ഞാൻ ഇടുകയില്ല, ഒന്നും തന്നെ ഇട്ടിട്ടില്ല. അല്ലേ തന്നെ പുളിച്ചോളും. കൂടുതൽ നേരം റെസ്റ്റിന് വെക്കണമെന്നേ ഉള്ളൂ. പുളിച്ചോളും. സോഡാപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. എന്തായാലും ഇത് പുളിക്കട്ടെ. രാവിലത്തെ അകത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് പുറത്തെ പണിക്കൊന്നും പോയില്ല. പകരം അകത്ത് കിടന്നൊരു എൻ്റെ മിഷനാണ് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്ന മിഷനൊന്ന് ഓയിലിട്ട് എടുക്കാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു, അന്ന് അത് തയ്ച്ചെടുക്കാമല്ലോ. അപ്പം നോക്കിയപ്പോൾ നല്ലപോലെ തുരുമ്പൊക്കെ എടുത്ത് കിടക്കുന്ന ഒരുപാട് നാളായി ഞാൻ മിഷനിലൊക്കെ കയറി തയ്ച്ചിട്ട്. കേക്കിൻ്റെ ഓർഡറുകളും തിരക്കുകളും ഒക്കെ കൂടിയപ്പോൾ മിഷൻ ശ്രദ്ധിക്കാതായി തുരുമ്പെടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ ഇതിലേക്കൊന്ന് ഓയിലിട്ട് കൊടുക്കാമെന്ന് ഓർത്ത് ഓയിലിട്ട് കൊടുക്കാനായിട്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
പകരം മണ്ണെണ്ണയും പാം ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താലും മതി. 3 ദിവസം കൂടുമ്പോൾ മെഷീൻ ഓയിൽ ഇട്ടുകൊണ്ടിരുന്നതാണ്. തിരക്കുകൾ കൊണ്ട് അത് വിട്ടുപോയി. അപ്പോൾ കുറേ ആയി ഞാൻ ഇതെടുത്ത് സിറ്റ് ഔട്ടിലിട്ടിരുന്നു. അപ്പം ഫത്തഹിൻ്റെ ഡ്രൈവിംഗ് സ്കൂളാണ് സിറ്റ് ഔട്ടിലൊക്കെ മെഷീൻ കിടന്നു കഴിഞ്ഞാൽ, അതുകൊണ്ടെടുത്ത് അകത്തിട്ട് സുരക്ഷിതമായിട്ട് വെച്ചേക്കുമായിരുന്നു. പൊടിയൊന്നും കയറാതെ മൂടിയിട്ടതാണ്. അതുകൊണ്ട് വലിയ പൊടികളില്ല. ഉള്ള പൊടി ഞാൻ തൂത്തെടുത്തായിരുന്നു. ഇല്ലൊന്ന് ഓയിലിട്ട് കൊടുക്കുവാണെങ്കിൽ അടിക്കാനുള്ളതൊക്കെ അടിക്കുക. അല്ലെങ്കിൽ ഭയങ്കര സൗണ്ടാണ്, അടിക്കാനും പറ്റത്തില്ല. പൊട്ടിയൊക്കെ പോവും, നൂലൊക്കെ പൊട്ടി പോവും. ആകെ ഒരു ഇറിറ്റേഷനായിട്ടുള്ള സൗണ്ടുകൾ കേൾക്കാം. അപ്പോൾ ഇതിലൊന്ന് ഓയിലിട്ട് കൊടുത്ത് വൃത്തിയാക്കി എടുക്കട്ടെ. ഇവിടെ മുഴുവൻ ഭാഗത്ത് ഓയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തയ്ച്ചെടുക്കണം. ഒന്ന് തയ്ക്കാനായിട്ട് കുറച്ച് മുന്നേ ഞാനിതിന് ഓയിലൊക്കെ ഇട്ടിരുന്നതാണ്. സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് തയ്ച്ച് നോക്കിയിട്ട് കുറച്ച് അടിക്കാനുണ്ട്. അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. സെറ്റപ്പായി, നല്ലപോലെ സെറ്റപ്പായി. ഓയിലിടുന്നതിന് മുമ്പ് ഞാനൊന്ന് അടിച്ച് നോക്കിയായിരുന്നു. ചെവി പൊട്ടിപ്പോകുന്ന പോലത്തെ സൗണ്ടായിരുന്നു. ഭയങ്കര സൗണ്ട്. ഓയിലൊക്കെ ഇട്ട് കൊടുത്താലേ മെഷീൻ ഒന്ന് സെറ്റ് ആവുള്ളൂ. മെഷീൻ ഉപയോഗിക്കാതിരുന്നാലും പ്രശ്നങ്ങളാണ്, കേടായി പോകും. എന്താണെങ്കിലും കുറച്ച് തയ്ക്കാനുണ്ട്. ഒരു തലയണ കവർ അടിക്കാനുണ്ട്. ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ തയ്ച്ചെടുക്കുമായിരുന്നു, അല്ലാതെ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നില്ല. അതിന് എല്ലാത്തിനും കൂടെ എനിക്ക് സമയമില്ല പുറത്ത് തയ്ച്ചു കൊടുക്കാനും. തയ്യൽ ഞാൻ പിടിക്കുകയില്ല. വളരെ നേരത്തെ തന്നെ തയ്യൽ ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ്, പക്ഷെ തയ്ക്കാനായിട്ട് നിൽക്കത്തില്ല. മോളുടെ എൻ്റെ ആവശ്യമുള്ള ഡ്രസ്സുകൾ ഞാൻ തയ്ച്ചെടുക്കും. ഇപ്പം അതിനും മെനക്കെടാറില്ല. ഡ്രസ്സ് റെഡിമെയ്ഡായിട്ട് ഇഷ്ടം പോലെ ഫാഷനിലേക്ക് കിട്ടും. അതിലെടുക്കത്തേ ഉള്ളൂ. അല്ലാതെ ഇരുന്ന് തയ്ക്കാനോ മെനക്കെടാനോ ഞാനിപ്പം സമയം കണ്ടെത്താറില്ല. സമയമില്ല. കേക്കിൻ്റെ ഓർഡറുകളും കാര്യങ്ങളും തിരക്കുകളും ഒക്കെ ആയതുകൊണ്ട് അതിന് സമയമില്ല. അതിൻ്റെ കൂടെ വീഡിയോ എടുക്കും, യൂട്യൂബിലേക്ക് എഡിറ്റ് ചെയ്യാനും എല്ലാത്തിനും കൂടെ ഒരു സമയം കണ്ടെത്തി വരുമ്പോഴത്തേന് മൊത്തത്തിൽ എനിക്ക് സമയം കിട്ടാറില്ല. അതുകൊണ്ട് മിഷൻ എന്നാലും ഓയിലൊഴിച്ച് വൃത്തിയാക്കി ഇടണം, അല്ലെങ്കിൽ പൊടിയൊക്കെ പിടിച്ചില്ലാതായി പോകും. ഫത്തഹിൻ്റെ പല്ല് പറഞ്ഞു പോയി. ഫത്തഹിൻ്റെ ക്ലാസ്സിലെ പിള്ളേരുടെ എല്ലാം പല്ല് പറഞ്ഞപ്പോഴും ഫത്തഹിൻ്റെ പല്ല് പറഞ്ഞില്ല. ഇന്നലെ മുതൽ ആട്ടി നടക്കുമായിരുന്നു. എനിക്ക് വേദനയാണ്, പല്ലിന് വേദനയാണെന്നും പറഞ്ഞ് ആട്ടി നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു പറിച്ച് കളയാൻ പറഞ്ഞപ്പോഴത്തേനും ഓർ പറിച്ച് കളഞ്ഞാൽ എൻ്റെ സുന്ദരത്വം പോകുമെന്നും പറഞ്ഞ് പറിച്ചില്ല. ഇപ്പോൾ പറഞ്ഞു പോയി പല്ല്. ഒരു കാർച്ചയും ബഹളമൊക്കെ കഴിഞ്ഞു. രക്തം കണ്ട് ബോധം പോയില്ലെന്നേ ഉള്ളൂ. എൻ്റെ വായിൽ നിന്ന് രക്തം വരുവാണേ എന്നും പറഞ്ഞ്. ആരാ പല്ല് പറിച്ചെടുത്തേ? എങ്ങനെയാ പറിച്ചേ? ആട്ടി അമ്മി കൊച്ചിൻ്റെ പല്ല് പറിച്ചു കൊടുത്തു അല്ലേ? അതിൻ്റെ സങ്കടത്തിലാണ് പല്ല് പോയതിൻ്റെയും. രാവിലെ ബോണ്ടായ്ക്ക് വേണ്ടി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിവിടെ പൊളിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട്. നമുക്ക് ബോണ്ട ഉണ്ടാക്കാം. ബോണ്ട ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പേ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാം ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ മാവ് ഇവിടെ സെറ്റാണ്. ഈ മാവ് എടുക്കുന്നതിന് തൊട്ട് മുമ്പ് അയച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് കൈ ഒന്നിങ്ങനെ മുക്കി കൊടുക്കണം. മുക്കി കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. കൊണ്ടാണ് ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ അടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെന്ത് വരട്ടെ. ഒരു സൈഡൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതാ ബോണ്ട ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി തിരിച്ചും മറിച്ചും ഓരോ സൈഡൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഉള്ള ആ നല്ല ഷേപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഏകദേശം ആ ഒരു ഷേപ്പിലേക്കൊക്കെ വന്നിട്ടുണ്ട്. 2 എണ്ണം കുഴപ്പമില്ലാത്ത ഷേപ്പിലാണ് വന്നത്. ഒരെണ്ണം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഒരു ഓവൽ ഷേപ്പിലേക്ക് പോയി. പിന്നെ കടയിലൊക്കെ സ്ഥിരം ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് നല്ല ആകൃതിയൊക്കെ കിട്ടും. നമ്മൾ ഈ വല്ലപ്പോഴും അല്ലേ വീട്ടിലുണ്ടാക്കാറുള്ളൂ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോമ്പ് തുറന്നിട്ട് കഴിച്ചിട്ട് പറയാം. ഒന്ന് കോരട്ടെ. ഇതാ ബോണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. 6 ബോണ്ട കിട്ടിയിട്ടുണ്ട്. എന്താണേലും ഇവിടെ ഇരിക്കട്ടെ. ഇനി നോമ്പ് മുറിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മുറിച്ച് നോക്കാൻ വെന്തിട്ടുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. അടുക്കളയിലെ നല്ല തിരക്കിനിടയിൽ ഭയങ്കരമായ ബഹളം കേട്ട് ഞാൻ വെളിയിലേക്ക് വന്നതാണ്. അപ്പോൾ ചാമ്പയാണ് പ്രശ്നം. 2 ചാമ്പയുണ്ട് ഇവിടെ. ഒരെണ്ണം ഫത്തഹിൻ്റെ ഒരെണ്ണം കുക്കുവിൻ്റെ ആയിട്ട് തിരിച്ച് നിർത്തിയേക്കുവാണ്.
അതിൽ ഫത്തഹിൻ്റെ ചാമ്പയാണ് ഇപ്പോൾ ഏകദേശം പഴുത്ത് തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അക്കച്ചി ചാമ്പങ്ങ പറിക്കുകയാണ്. ഇതാ കണ്ടോ, അക്കച്ചി ചാമ്പങ്ങ പറിച്ചെടുത്തിട്ട് കുഞ്ഞനിയൻ താഴെ കവറും പിടിച്ച് നിൽക്കുക ചാമ്പങ്ങ ഇട്ട് വെക്കാനായിട്ട് കവറുമായിട്ട്. അപ്പം പുള്ളി ഇച്ചിരി നേരം പൊക്കി പിടിച്ച് മടുത്തപ്പോഴത്തേന് ബഹളം വെച്ചാണ് ഇന്ന് ഇത് പറിക്കണ്ട, അപ്പുറേ പോയി പറിക്കുക. ചാമ്പങ്ങ പറിക്കാൻ പൊക്കം ഇല്ലാത്തതുകൊണ്ട് സ്റ്റൂളയിലാണ് നിന്ന് പറിക്കുന്നത് ചാമ്പങ്ങ. ഇവരുടെ അടി കേട്ട് എന്താണെന്ന് മനസ്സിലാവാതെ വന്നതാണ്. ഇനി ഞാൻ കുക്കുവിൻ്റെ ചാമ്പ കൂടി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കുക്കുവിൻ്റെ ചാമ്പ. ഇതിലാണ് കോരങ്ങൻ കയറി മുഴുവൻ പൂവും പറിച്ച് കളഞ്ഞ് നശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഏകദേശം പഴുത്തില്ല, പൂ വിരിഞ്ഞ് ഇച്ചിരി ആയതേ ഉള്ളൂ. അവിടുത്തെ പഴുത്ത് തീരുമ്പോഴത്തേന് ഇവിടെ വിളഞ്ഞു തുടങ്ങുമായിരുന്നു. ഒന്ന് കളറ് മാറി വരുന്നതേ ഉള്ളൂ. ഇത്രത്തോളം ചാമ്പങ്ങ അവർ പറിച്ചെടുത്തു. ഇവിടെ ഇതിന് വീതിക്കാനും അടി നടക്കുമായിരുന്നു. എന്താണേലും ഇവർ വീതിച്ചൊക്കെ നിൽക്കട്ടെ, എനിക്ക് പണിയുണ്ട്. കണ്ട, ഒരു ഇരട്ട ചാമ്പങ്ങ കിട്ടിയ സന്തോഷത്തിലാണ്. അമ്മീ ഇരട്ട ചാമ്പങ്ങ കിട്ടി, അമ്മീ ഇരട്ട ചാമ്പങ്ങ കിട്ടിയെന്ന് നമ്മൾ കിടന്ന് ബഹളം വെച്ചു. എന്താണേലും ഇരിക്കട്ടെ, ചാമ്പങ്ങ മുറിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. അപ്പം ഇന്ന് നോമ്പ് മുറിക്കാനുള്ള വിഭവങ്ങളാണ്. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്നത് ബോണ്ട കിട്ടി. നാരങ്ങ വെള്ളം എടുത്തേക്കുന്നത് സമയമില്ലായിരുന്നു, വെള്ളമൊന്നും ജ്യൂസൊന്നും അടിക്കാനായിട്ടുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ട് നാരങ്ങ വെള്ളം എടുത്തു. എന്താണേലും നോമ്പ് മുറിച്ചിട്ട് കാണാം. എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്ന പോലെ നോമ്പ് മുറിക്കുന്ന വീഡിയോ ഞാൻ ഇന്ന് ഉൾപ്പെടുത്തുന്നില്ല. നമ്മൾ നോമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞു. എന്നാൽ ബോണ്ട ഒന്ന് നോക്കാമെന്ന് ഓർത്ത് എങ്ങനെ ഉണ്ടെന്ന്. ഉള്ളൊക്കെ വെന്തിട്ടുണ്ട് കണ്ടോ, ഇതാ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ റെസിപ്പി ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്ക്. ടേസ്റ്റും ഉണ്ട്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്. അതെ, മധുരമൊക്കെ കറക്റ്റാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ബോണ്ടയുടെ അതേ രുചിയും. ഉണ്ടാക്കിയപ്പോൾ തന്നെ നല്ല മണമായിരുന്നു, ബോണ്ടയുടെ മണം വരുന്നുണ്ടായിരുന്നു. അപ്പോഴേ അത്യാവശ്യം വേവുമെന്ന് സംശയമുള്ളായിരുന്നു, എന്നെ മുങ്ങിക്കിടക്കണോ ഇനി വേവ് എന്നാന്ന് അറിയത്തില്ല. രണ്ടെണ്ണത്തിൻ്റെ ഒരു ഷേപ്പ് വ്യത്യാസം വന്നു, ഒരു ഓവൽ ഷേപ്പായിപ്പോയി. കുഴപ്പമില്ല, ഷേപ്പ് വ്യത്യാസം വന്നുള്ളൂ. ബാക്കി 4 കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടി. എന്താണേലും ഇനി ഞങ്ങളുടെ അത്താഴവും കൂടെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുള്ളൂ. നോമ്പ് മുറിച്ചിട്ട് കഴിക്കാനായി ഭക്ഷണം ഉപ്പുമാവും പഴവുമാണ്. പഴം തീരാനുണ്ടായിരുന്നു, അതുകൊണ്ട് പുട്ട് വേണ്ടാന്ന് മക്കൾ പറഞ്ഞു. എന്നാൽ ഉപ്പുമാവ് ഉണ്ടാക്കി. എന്തായാലും കഴിച്ചിട്ടൊക്കെ കാണാം. അപ്പം ഇന്നത്തെ അത്താഴത്തിനിരുന്നാണ് ചോറ്, പപ്പടം, ഉണക്കമീൻ വറുത്തത്, വറ്റൽ, ബീഫ് ഫ്രൈ, മോര് കറി, ഇതൊക്കെയാണ് അത്താഴത്തിൻ്റെ കറികൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഇടയത്താഴം മുതൽ അത്താഴം വരെയും കാണിച്ചിട്ടുണ്ട്. മക്കളൊക്കെ നോമ്പ് മുറിച്ചിട്ട് സ്നാക്സൊക്കെ കഴിച്ചു. പിന്നെ ഉപ്പുമാവ് പഴമൊക്കെ കഴിച്ച് അത്യാവശ്യം വയറ് ഫില്ലാണ്. അവർക്കൊന്നും ഫുഡ് വേണ്ടെന്നാണ്, ഞങ്ങൾ 2 പേരും ഉള്ളൂ കഴിക്കാനായിട്ട്. എന്നപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായി നാളത്തെ വീഡിയോയിൽ കാണാം.